ഞാൻ കൊളംബോയിൽ പോയിരുന്നു 2 കൊല്ലം മുമ്പ്. കൊളംബോയിൽ പോയപ്പോ അവിടെ 13 മുതൽ 30 വരെ കൊല്ലങ്ങളായി ജയിലിൽ കിടക്കുന്ന നമ്മളെ കേരളീയരുണ്ട്. അതിൽ ലത്തീഫ് എന്ന് പറയുന്ന ആളുണ്ട്, അഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ട്, മുഹമ്മദുണ്ട്, രാമനുണ്ട്, ഗോപാലനുണ്ട്, പലരുമുണ്ട്. ഞാനവിടെ ചെന്ന് നടന്നപ്പോ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് ജയിലിൽ നിന്ന് വിളിച്ചു. എന്നെ വിളിച്ച് ഞങ്ങൾ 30 കൊല്ലമായി ജയിലിൽ കിടക്കുന്നു, എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിച്ചപ്പോ ഞങ്ങൾ വിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ കടത്തിയതാണ് എന്നവർ പറഞ്ഞു. എന്നാലും 30 കൊല്ലമൊക്കെ ജയിലിലിടണോ മയക്കുമരുന്ന് കടത്തിയതിന്? ഞാൻ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായും ജയിൽ മന്ത്രി കണ്ടു ഒന്നല്ലേ അയാളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ സമ്മേളനത്തിലൊക്കെ വന്ന വേറൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം മുഖേന ബന്ധപ്പെട്ട് ഉച്ചക്ക് ഞങ്ങളൊരു ഭക്ഷണം ഏർപ്പാട് ചെയ്ത് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആളുകളൊക്കെ ഒന്ന് വിട്ടയക്കണം, ഇന്ത്യയിലേക്ക് വിട്ടയക്കണം. ഒരിക്കലും വിടാൻ പറ്റൂലെങ്കിൽ ഇന്ത്യനെ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് പോരട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ 33 ആളുള്ളതിൽ ഒരു 10 ആളുകൾ മാത്രം കഠിന തെറ്റുള്ളവരെ ഇന്ത്യ ഗവൺമെന്റിന്റെ ജയിലിലേക്ക് വിട്ടുകൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ അവർ വിട്ടയച്ചു. എവിടെ? കൊളംബ് എന്ന് പറഞ്ഞ സ്ഥലല്ലേ, സിലോൺ, അവിടെ. അതുപോലെ നമ്മുടെ നാട്ടിലും 2 തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാ കുറ്റുള്ള ആളുകളെയും വിട്ടയക്കാൻ പറയാനൊന്നും നമുക്ക് പറ്റുകയില്ല, വിടുകയില്ലല്ലോ, ഒരിക്കലും ന്യായവുമല്ല.